നമ്മുടെ നാട്ടിൽ പോലീസ് അതിക്രമങ്ങൾ ഒറ്റപ്പെട്ടതെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഇങ്ങനെ സംസ്ഥാനത്തെ ഓരോ സ്റ്റേഷനുകളിൽ നിന്നും ഒറ്റപ്പെട്ട നിരവധി സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ട്. തൃശൂർ പീച്ചി കസ്റ്റഡി മർദ്ദന കേസ് നിയമസഭയിൽ ചർച്ചയായതിന് പിന്നാലെ SHO PM രതീഷിനെ സസ്പെൻഡ് ചെയ്തു. ദക്ഷിണ മേഖല IG-യാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഹോട്ടൽ ഉടമയായ ഔസേപ്പിനെയും മകനെയും ഡ്രൈവറെയും അന്ന് പീച്ചി സ്റ്റേഷനിൽ SI ആയിരുന്ന രതീഷ് മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടപടി. നിലവിൽ കടവന്ത്ര SHO ആയ രതീഷിനെതിരെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകും. പീച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിലാണ് SHO രതീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം റേഞ്ച് IG ശ്യാം സുന്ദറാണ് നടപടിക്ക് ഉത്തരവിട്ടത്. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ് കുമാർ. 2023 മെയ് 24-ലാണ് കേസിന് ആസ്പദമായ സംഭവം. ഹോട്ടൽ ഉടമയായ KP യോസെഫിനെയും മകനെയും ഡ്രൈവറെയുമാണ് അന്ന് പീച്ചി സ്റ്റേഷനിൽ SI ആയിരുന്ന രതീഷ് മർദ്ദിച്ചത്. ദിനേശ്, ജിനീഷ് എന്നിവർ നൽകിയ പരാതിക്ക് പിന്നാലെയായിരുന്നു മർദ്ദനം. ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരും തമ്മിലുണ്ടായ തർക്കമാണ് പരാതിക്ക് കാരണം. സംഭവത്തിൽ പരാതി നൽകാൻ ഔസേപ്പും ഡ്രൈവറും പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. തുടർന്നായിരുന്നു മർദ്ദനം. സംഭവത്തിൽ നേരത്തെ തന്നെ രതീഷിനെതിരെ പരാതികൾ ഉയർന്നെങ്കിലും യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. അടുത്തിടെ മർദ്ദന ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് വിഷയം വീണ്ടും ചൂടുപിടിച്ചത്. മർദ്ദന ദൃശ്യത്തിനു വേണ്ടി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പലയിടത്തും നൽകിയെങ്കിലും ആദ്യം ലഭിച്ചിരുന്നില്ല. ഒടുവിൽ വിവരാവകാശ കമ്മീഷന് അപ്പീൽ നൽകുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയും ചെയ്തതോടുകൂടിയാണ് ദൃശ്യങ്ങൾ നൽകിയത്. ഇതിനിടെ വൻതുക ആവശ്യപ്പെട്ട് കേസ് ഒത്തുതീർക്കാൻ ശ്രമമുണ്ടായതായും ഔസേപ്പ് ആരോപിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.